ഉമ്മൻചാണ്ടി പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് ഈ അപൂർവ നേട്ടത്തിന്റെ ദിനം പിന്നിട്ടത്. KR ഗൗരിയമ്മയ്ക്കും KM മാണിക്കും പിന്നാലെയാണ് ഉമ്മൻചാണ്ടി ഈ അപൂർവ ബഹുമതി നേടുന്നത്. 1970 സെപ്റ്റംബർ 17 പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തുടർച്ചയായി 9 വിജയങ്ങളാണ് ജന്മനാട് ഉമ്മൻചാണ്ടിക്ക് സമ്മാനിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നടുനായകത്വം വഹിച്ചപ്പോഴും അധികാരത്തിന്റെ ഇടനാഴികളിൽ ഏറെയൊന്നും ഉമ്മൻചാണ്ടിയെ കണ്ടില്ല. 4 പതിറ്റാണ്ടത്തെ നിയമസഭാ ജീവിതത്തിനിടയിൽ കേവലം 8 വർഷം മാത്രമാണ് മന്ത്രി കസേരയിൽ പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ഇരുന്നിട്ടുള്ളത്. 1977 തൊഴിൽ മന്ത്രിയായി, 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ ആഭ്യന്തരമന്ത്രി, 1991 മുതൽ 94 വരെ ധനമന്ത്രി. പലതവണ പറഞ്ഞുകേട്ട മുഖ്യമന്ത്രി പദവി ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത് 2005 AK ആന്റണി രാജിവെച്ചപ്പോഴാണ്. 20 മാസത്തെ ഭരണകാലയളവിൽ ജനസമ്പർക്ക പരിപാടിയിലൂടെ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയാണ് താനെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചുറപ്പിച്ചു. 4 പതിറ്റാണ്ടത്തെ നിയമസഭാ ജീവിതത്തിനും രാഷ്ട്രീയത്തിൽ നേടിയ എല്ലാ വളർച്ചകളുടെയും പിന്നിൽ പുതുപ്പള്ളി നൽകിയ ഊർജം ഉമ്മൻചാണ്ടി മറക്കുന്നില്ല. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പൊ ആ ഒരു തിരഞ്ഞെടുപ്പോട് കൂടി നിയോജക മണ്ഡലത്തോട് എനിക്കൊരു സാധാരണ കവിഞ്ഞ ഒരു കടപ്പാട് വന്നു. അത് ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഞാൻ എവിടെയാണേലും മണ്ഡലത്തിലെ കാര്യങ്ങളിൽ, മണ്ഡലത്തിൽപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കും. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കാളിയാകും. ഒരിക്കൽ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെ പോലും ഇറക്കി CPM 18 അടവ് പയറ്റിയെങ്കിലും പുതുപ്പള്ളിക്കാർ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടില്ല. 4 പതിറ്റാണ്ടിനിടയിൽ ജന്മനാട് നൽകിയ ഈ ആത്മവിശ്വാസം തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ മൂലധനം. 1970 സെപ്റ്റംബർ 17 പുതുപ്പള്ളി ആദ്യമായി ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ജനവിധി എഴുതിയത് ഈ ദിവസമാണ്. 40 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ പുതുപ്പള്ളിയിൽ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചു. മാറ്റമുണ്ടാകാത്തത് ഒന്നിനു മാത്രം: പുതുപ്പള്ളിയുടെ ജനമനസ്. പുതുപ്പള്ളി എന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നു. പുതുപ്പള്ളിക്കൊപ്പം ഉമ്മൻചാണ്ടിയും.